പറയുകയുണ്ടായി, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പറയുകയുണ്ടായി. കേരളത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാടാണ് എന്നുള്ള ആ ഒരു എന്താ പറയാ, കത്തുന്ന തീയിൽ എണ്ണ കോരി ഒഴിക്കുക എന്ന് പറയുന്ന പോലെ അത് വലിയ രൂപത്തിലാണ് ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ. ഇപ്പോ ആ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ ആ ഒരു പരാജയമാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ്. ലോക സമാധാനത്തിന്റെ മധ്യസ്ഥ വേഷവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനത്തിലാണെന്ന പരിഹാസവുമായി ലത്തീൻ കത്തോലിക്ക സഭ മുഖപത്രം ജീവനാദം. തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പായി വിദേശത്ത് നിന്നും തിരിച്ചെത്തുന്ന മോദിയെ ഒരു വട്ടം മണിപ്പൂരിലേക്കൊന്ന് പറഞ്ഞയക്കണമെന്ന് പത്രം രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നുമുണ്ട്. ഈ ആഴ്ച പുറത്തിറങ്ങിയ മാസികയുടെ മുഖപ്രസംഗത്തിലാണ് മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്. മണിപ്പൂരിനെ വീണ്ടെടുക്കാൻ എന്ന തലക്കെട്ടിലുള്ള എഡിറ്റോറിയലിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ വീഴ്ചകൾ എണ്ണി പറയുന്നുണ്ട്. അങ്ങനെ പറയരുത്, കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമല്ലോ, മറ്റുള്ളവർ ഇവിടെ മനുഷ്യരല്ലല്ലോ. അപ്പോ ഈ പറയപ്പെടുന്ന ആ ഒരു ആളുകളിൽ നിന്നൊക്കെ നല്ല രൂപത്തിലാണ് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികൾക്കും മനസ്സിലായി തുടങ്ങി. വംശീയ കലാപത്തിൽ 265 പേർ കൊല്ലപ്പെടുകയും 1000-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 32 പേരെ കാണാതാവുകയും 100,000-ലേറെ പേർക്ക് വാസസ്ഥലങ്ങളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരികയും 1.5 വർഷമായി 351 ദുരിതാശ്വാസ ക്യാമ്പുകളായി 22,000 കുട്ടികൾ അടക്കം 60,000 പേർ ദുരിത ജീവിതം നയിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടും അജ്ഞാത കാരണങ്ങളാൽ രാജ്യത്തെ പ്രധാനമന്ത്രി ഇന്നേവരെ മണിപ്പൂരിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ അവിടെ കാലു കുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 വട്ടം ഇംഫാൽ സന്ദർശിച്ചു. മോദിയാകട്ടെ 2022 ഫെബ്രുവരി 22 ശേഷം ആ ഭാഗത്തേക്ക് കടന്നിട്ടില്ല. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപായിരുന്നു അവസാനത്തെ സന്ദർശനം. മോദി പിന്നീട് റഷ്യയും യുക്രൈനും സന്ദർശിക്കുകയും അവിടെ സമാധാനത്തിനായി ആത്മാർത്ഥമായി ഇടപെടുകയും ചെയ്തു. ചൈനയും മ്യാൻമറും ബംഗ്ലാദേശും അതിർത്തി പങ്കിടുന്ന വടക്കു കിഴക്കൻ മേഖലയിലെ ഈ കൊച്ചു സംസ്ഥാനം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി കാണാൻ കഴിയാത്ത മട്ടിൽ ഇത്രത്തോളം നിസ്സംഗത പുലർത്താൻ ഒരു പ്രധാനമന്ത്രിക്ക് കഴിയുന്നതെങ്ങനെ? മണിപ്പൂരിൽ കലാപം രൂക്ഷമായ ഈ ഘട്ടത്തിലും മോദി വിദേശ പര്യടനത്തിലാണ്. ലോക സമാധാനത്തിന്റെ മധ്യസ്ഥമായി മാസികയുടെ വിമർശനം ഈ മട്ടിലാണ് തുടരുന്നത്. ക്രൈസ്തവ വിശ്വാസികളായ കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏറെയും അക്രമത്തിന് വിധേയരായിട്ടുള്ളത്. സംസ്ഥാനത്തെ ഗോത്രവർഗക്കാരായ ക്രൈസ്തവരെ മ്യാൻമറിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരായാലും ലഹരി ഇടപാടുകാരായാലും മുദ്രകുത്തി അമൂല്യ ധാതു സമ്പത്തുള്ള വനമേഖല കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കായി പിടിച്ചെടുക്കാനുള്ള ഗൂഢതന്ത്രങ്ങളും ഇതോടൊപ്പം പയറ്റുന്നുണ്ട്. മണിപ്പൂരിലെ ഭരണ തകർച്ചയും ഭരണഘടനാ സംവിധാനത്തിന്റെ പൂർണ്ണ പരാജയവും മുൻനിർത്തി മുഖ്യമന്ത്രി ബീരൻ സിംഗിനെ പുറത്താക്കി. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് ഗവർണറുടെ റിപ്പോർട്ട് പോലും ആവശ്യമില്ലെന്നും ജീവനാഥം ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാനത്തെ ഒരു ന്യൂനപക്ഷ ക്രൈസ്തവ വിഭാഗത്തെ വിദേശികളും നുഴഞ്ഞുകയറ്റക്കാരും നാർക്കോ ഭീകരരുമെന്നും മുദ്രകുത്തി വിദ്വേഷ പ്രചാരണത്തിലൂടെ അപവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പോലീസിന്റെ ആയുധപ്പുരയിൽ അതിനൂതന ആയുധങ്ങൾ കവർന്നെടുക്കാനും കുക്കി ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനും മറ്റും മെയ്തൈ സായുധ സംഘങ്ങൾക്ക് ആവശ്യമായ പോലീസ് കമാൻഡോ സഹായവും നിയമ സംരക്ഷണവും നൽകി വംശീയ കലാപം ആസൂത്രണം ചെയ്തതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് മണിപ്പൂർ കലാപത്തെ കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെയും സുപ്രീം കോടതിയിലും എത്തിയിട്ടുണ്ടെന്ന് പ്രസംഗത്തിൽ ജീവനാഥം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന മണിപ്പൂരിൽ ക്രൈസ്തവരുടെ സ്ഥിതി അങ്ങേയറ്റം പരിതാപകരമാണെന്ന് തന്നെ ലത്തീൻ സഭ മാസിക കുറ്റപ്പെടുത്തുന്നു. കേരളത്തിൽ BJP ക്രൈസ്തവ സഭകളുമായി അടുപ്പം സ്ഥാപിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിവരികയാണ്. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് കേക്കുമായി BJP നേതാക്കൾ സഭാ നേതാക്കളെ സന്ദർശിച്ചിരുന്നു. പക്ഷേ മണിപ്പൂരിലെ അതിക്രമങ്ങളെ തള്ളിപ്പറയാനോ ബീരൻ സിംഗ് സർക്കാരിന്റെ പിടിപ്പുകേടിനെ വിമർശിക്കാനോ കെ സുരേന്ദ്രനോ മറ്റ് നേതാക്കളോ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്.
ഇതിനിടയിലാണ് മുനമ്പത്ത് സമരം നടത്തുന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ സമരപ്പന്തൽ സന്ദർശിച്ചത്. പക്ഷേ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ ചലനമുണ്ടാക്കാൻ BJP കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ BJP വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ ഇനി BJPക്കാർ ഇനി ക്രിസ്ത്യാനികൾ ഇനി നെഞ്ചത്തടിച്ച് കരയേണ്ടി വരും. കാരണം അങ്ങനെയാണ്, അവർ പരാജയപ്പെട്ടപ്പോൾ ഒറ്റയടിക്ക് ക്രൈസ്തവരെ തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. ഈ ഒരു തള്ളിപ്പറച്ചിൽ ഇത് മണിപ്പൂരിൽ ഒരുപാട് മുൻപ് തന്നെ നടന്ന സംഭവങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാത്ത കേരളത്തിലെ ഈ ക്രൈസ്തവരെ കുറിച്ച് ഇനി പറയാതിരിക്കലാണ് നല്ലത്. കാരണം ഇവരെ വിശ്വസിച്ച് അവർ പറയുന്ന വാക്കുകൾ സത്യസന്ധമാണ്, അവർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന BJPയുടെ സഹായം കൃത്യമായിട്ട് വേണം, BJPയുടെ ഒപ്പം തന്നെ നിൽക്കണം, BJP രാഷ്ട്രീയം ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെയുള്ള ക്രൈസ്തവർക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് വർഗീയ ആ ഒരു സ്വഭാവ രീതിയിൽ സംസാരിക്കുകയും ചെയ്തതൊക്കെ ഇപ്പോൾ കാറ്റിൽ പറന്ന പട്ടം പോലെയായി മാറി എന്നുള്ളതാണ്. എന്തല്ലേ തെരഞ്ഞെടുപ്പ് വരുന്ന സമയം അവർ എന്തൊക്കെയാ അവർക്ക് പറയാനുള്ളത്, ആ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവരുടെ പറഞ്ഞണ്ട് അവതരിപ്പിക്കും. അവസാനം തോറ്റു കഴിഞ്ഞാലോ പിന്നെ ആ വ്യക്തികളൊന്നും വോട്ടും ചെയ്തിട്ടില്ല, അവരെ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞ പാലക്കാട് ഈ വയനാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ കുത്തക ആ ഒരു ജില്ല തന്നെയാണ്. അവിടെ ഇനി ഏത് കാലത്തും ആര് ചെന്ന് നിന്ന് കഴിഞ്ഞാലും രക്ഷപ്പെടില്ല. കാരണം കോൺഗ്രസിന്റെ ആ ഒരു കുത്തക തന്നെയാണ് എന്നുള്ളത് പ്രിയങ്ക വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു വോട്ട് സംവിധാനത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. 4,10,000 സംതിങ് ഭൂരിപക്ഷമാണ്. അപ്പോൾ അവിടെ ഇനി മറ്റൊരു പാർട്ടിക്കാർക്ക് വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല. പാലക്കാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോ പല ആളുകളും അവകാശപ്പെടുകയാണ് അവിടെ കോൺഗ്രസ് പാർട്ടി വിജയിച്ചപ്പോ അത് ഞങ്ങളുടെയൊക്കെ കൈകളാണ്, ഞങ്ങളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് കോൺഗ്രസ് അവിടെ വന്നത് എന്നൊക്കെ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി UDFന്റെ കൂടെ നിന്ന് BJPക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ CPMന് എന്തിനാണ് അസ്വസ്ഥതയെന്ന് ജമാഅത്ത് കേരള അമീർ P മുജീബ് റഹ്മാൻ 3 പതിറ്റാണ്ടുകാലം ജമാഅത്തുമായി സംസാരിക്കുകയും പിന്തുണ വാങ്ങുകയും ജമാഅത്ത് വോട്ടിന്റെ ബലത്തിൽ ജയിക്കുകയും ചെയ്ത ഇടതുപക്ഷമാണ് അവരെ ഭീകരരാക്കുന്നതും സംഘപരിവാറുമായി സമീകരിക്കുന്നതുമെന്നും അദ്ദേഹം വിമർശിച്ചു. ഗോൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളയുടെ GIO 40ാം വാർഷികത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് നടന്ന ദക്ഷിണ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുജീബ് റഹ്മാൻ. പാലക്കാട് ഒരു സിഗ്നൽ ആയിരുന്നു. മുനമ്പം വിഷയം മുൻനിർത്തി കേരളത്തിലെ ഇതര ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ഹിന്ദുത്വ ഫാസിസത്തിന്റെ ശ്രമങ്ങൾക്കേറ്റ മുറിവാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം. ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി മുസ്ലിം സമുദായത്തെ ഭീകരവൽക്കരിക്കുകയും അപവൽക്കരിക്കുകയും വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനത്തിനു കൂടി ലഭിച്ച പ്രഹരമാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് മുജീബ് റഹ്മാൻ പറയുന്നു. ഇടതുപക്ഷത്തിന്റെ പാരമ്പര്യം മതേതരത്വത്തിൻ്റെതാണ്. എന്നാൽ കുറച്ചു കാലമായി അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപകടകരമായ രാഷ്ട്രീയമാണ്. അപകടകരമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് കേരളീയ സമൂഹത്തിൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്നു മുതൽ ജമാഅത്തെ ഇസ്ലാമി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നു. ആദ്യം ജമാഅത്താണ് UDFനൊപ്പം തെരഞ്ഞെടുപ്പിൽ ചേർന്നു നിന്ന് പ്രവർത്തിക്കുന്നത്. സന്ദീപ് വാര്യർ പാർട്ടി മാറി പാണക്കാട്ട് എത്തിയപ്പോൾ അതിന് പിന്നിലും ജമാഅത്തായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പരാജയപ്പെട്ടപ്പോഴും അതിന് പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ഗോവിന്ദൻ മാഷ് 3 മാസത്തിനിടെ നടത്തിയ പ്രസ്താവനകളിൽ ജമാഅത്തിനെയും RSSനെയും എത്ര തവണ പറഞ്ഞുവെന്നും പരിശോധിക്കാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് RSSനേക്കാൾ ജമാഅത്തെ ഇസ്ലാമിയെ പ്രശ്നവൽക്കരിക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് ഇടത് സുഹൃത്തുക്കൾ ഗൗരവത്തോടെ ആലോചിക്കണം. യുഡിഎഫിന്റെ കൂടെ നിന്ന് BJPക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചു എന്നാണ് MP ഗോവിന്ദൻ പറഞ്ഞത്.
ജമാഅത്തെ ബി ജെ പിക്കെതിരെ പ്രവർത്തിക്കുന്നത് CPM-ഉം ഗോവിന്ദൻ മാഷും